ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സാറൂസ് കിച്ചൺസ് യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കുമായിട്ടാണ് കേട്ടോ. ഇഫ്താറിന് നിങ്ങളിപ്പോൾ എല്ലാം ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള സ്നാക്കായിരിക്കും ഉണ്ടാക്കുന്നത്. ഇത് സിമ്പിളായിട്ട് ബ്രെഡ് ഉണ്ടോ വീട്ടിൽ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ സ്നാക്ക്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ട ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം ഞാൻ സവാള ചെറിയ രീതിയിൽ കൊത്തിയരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1.5 ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളക്, 2 പച്ചമുളക് വേണം. ആവശ്യത്തിനുള്ള കറിവേപ്പില, പിന്നെ ഇഞ്ചി ചെറിയ രീതിയിൽ കൊത്തിയരിഞ്ഞത്. പിന്നെ നമുക്ക് എന്തായാലും മൈദമാവ് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണണ്ടേ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മൈദമാവ് എടുക്കാം. മൈദമാവ് കൂടുതലൊന്നും ആവശ്യമില്ല കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് കടലമാവിലും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഓക്കെ, മൈദമാവും കടലമാവും മിക്സ് ആക്കിയിട്ട് നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഏകദേശം ഒരു 5-6 ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട് കേട്ടോ മൈദമാവ്. അടുത്തത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഓക്കെ, മുളക് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടെടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ ഒരു 1/2 കപ്പ് നോക്കിയിട്ടിട്ടാ നമ്മൾ മൈദമാവ് എത്ര എടുത്തെന്ന് വിചാരിച്ചാൽ അത് നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെ എത്ര വിധത്തിൽ കട്ടിയിലാണ് ഇത് ഉണ്ടാക്കേണ്ടതെന്ന്. ഓക്കെ, നമുക്കിതൊക്കെ മിക്സാക്കാം. ആദ്യം ഇത് നല്ലപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഓക്കെ, എന്നിട്ട് അധികം ലൂസല്ലാത്ത ബാറ്റർ വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ. എന്നാലേ നമ്മൾക്ക് ബ്രെഡ് ഇതിൽ നല്ലപോലെ മുങ്ങി അതിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾക്കിതൊന്ന് മിക്സാക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കായപ്പൊടിയില്ലേ, കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്ത് കൊടുത്താലും പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് ചിലർക്ക് നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ കായപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് പിന്നെ കായപ്പൊടി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തിക്നെസ് പോരാ, കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ ഇത് മിക്സാക്കി എടുക്കണം. പിന്നെ ഉപ്പുണ്ടോ നോക്കണം കേട്ടോ. ഉപ്പുണ്ടോയെന്ന് നോക്കണം. ഞാൻ നോമ്പ് കാലത്ത് ഉപ്പുണ്ടോ നോക്കാനൊന്നും പറ്റില്ല, എന്നാലും മാക്സിമം നമുക്കറിയുമല്ലോ ഇത്ര മതിയെന്ന്. ഓക്കെ, ഈ തിക്നെസ്സാണ് നമുക്ക് വേണ്ടത്. നമ്മൾക്ക് വേണ്ടത്. ഓക്കെ, നമ്മളെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഫ്താറിന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് കേട്ടോ. ഒരു ബ്രെഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇഫ്താറിന് മാത്രമല്ല, നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും, നമുക്ക് നോമ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ബ്രെഡ് മാത്രം മതി. പിന്നെ നമ്മളെടുത്ത് ഉള്ളിയും പിന്നെ പച്ചമുളകും എല്ലാം ഇല്ലാതിരിക്കൂലല്ലോ. അപ്പോൾ ഞാനിതാ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സൈഡ് കട്ട് ചെയ്യാനോ ഒന്നും പോകണ്ട കേട്ടോ. സെൻറ്ററിലേക്കൂടെ കട്ട് ചെയ്താൽ മതി. ഒരു പണിയുമില്ല. സെൻറ്ററിലേക്ക് കൂടെ ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം റെഡിയായി. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാൻ വെക്കാം. എന്നിട്ട് ഒരു കൊണ്ടുമില്ല പാൻ വെക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഏത് ഓയിലാണോ ഉണ്ടാക്കുന്നത് ആ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണ. ഓയിൽ നല്ലപോലെ കാഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോ ബ്രെഡും ആ മാവിലേക്ക് മുക്കിയിട്ട് കണ്ടില്ലേ, ഇതേപോലെ നമ്മൾക്ക് മുക്കിയെടുത്തിട്ട് ഓയിലിലേക്ക് എടുത്തിടാം കേട്ടോ. ഇതങ്ങനെ ഓയിൽ കുടിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. കുറച്ച് സോസോ മയോനൈസോ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. സിമ്പിളല്ലേ, എത്ര പെട്ടെന്നായി കാര്യം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ടും പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു ഭാഗം ആയിക്കഴിഞ്ഞ പാടും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കൂടുതലായിട്ട് പിന്നെ ആവാനൊന്നും നിൽക്കണ്ട കേട്ടോ. നല്ലോണം പൊരിഞ്ഞ് ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ആക്കിയെടുക്കാം. എല്ലാം ഇങ്ങനെ ചെറിയൊരു ലൈറ്റ് പിന്നെ ബ്രൗൺ ആയി കഴിഞ്ഞ പാടും നിങ്ങൾക്ക് വേണമെങ്കിൽ കോരിയെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെത് റെഡിയായി. അപ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇത് കാണുമ്പോൾ ഫസ്റ്റ് ഓയിൽ ഉണ്ടാവുന്നേ ഇല്ലൂ കേട്ടോ. അതിൻ്റെ മുകളിലുള്ള മാത്രമാണ്, പിന്നെ അത് ഓയിൽ ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ട ഇത് ഓയിൽ കുടിക്കുമൊന്നും ചെയ്യില്ല. പിന്നെ ആദ്യം നമ്മൾ ചെറിയ മീഡിയം ഫ്ലെയിമിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കുന്ന സമയത്ത് കുറച്ച് ഹെവി ഫ്ലെയിം ആക്കി കഴിഞ്ഞാൽ ഓയിൽ തീരെ കുറവായിരിക്കും കേട്ടോ. ഓയിൽ കണ്ടൻറ്റ് കുറവായിരിക്കും. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ടും പൊരിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള സ്നാക്ക് റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും കേട്ടോ.
നല്ല രസമായിട്ട് ഇത് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പം പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും കാണാറുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം ഇതുപോലെയുള്ള പുതിയ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും കേട്ടോ. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സാറൂസ് കിച്ചൺ. താങ്ക് യു ഫോർ വാച്ചിങ്. Bye bye.